അപ്പോൾ ജയരാജ് വാര്യർ അദ്ദേഹം ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞതു മുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെയും സംസാരിച്ചതാണ്. അദ്ദേഹം അവസാനമായി ഇപ്പോൾ ജയേട്ടനെ കണ്ടിട്ട് പുറത്തേക്കിറങ്ങി വന്നതാണ്. ഇപ്പം ഇങ്ങനെ ഒരു കാഴ്ച ഇത്ര പെട്ടെന്നല്ലേ നമ്മളത് അദ്ദേഹം ഒരിക്കലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വയ്യ എങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒരു വേർപാട് നമ്മൾ കരുതിയതല്ല അല്ലേ? ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ ജയേട്ടനെ പോലൊരാൾ നമ്മളെ വിട്ടുപോയില്ല എന്നായിരുന്നു നമ്മുടെ വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹം, അടുപ്പം, മാനസികമായ ഒരു അടുപ്പം എല്ലാം അതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ജയേട്ടൻ്റെ ഒരു ഭൗതിക ശരീരം പോയിട്ടുള്ളൂ. ജയേട്ടൻ്റെ സംഗീതം ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ഈ ഫോണിലൊന്നും വിരലമർത്തണ്ടാവുന്ന ഊതിക്കഴിഞ്ഞാൽ വരും പാട്ട്. അപ്പോൾ അതുകൊണ്ട് ജയേട്ടനൊരു എന്താ പറയുക, മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ഭാവസ്വരമാണ് ജയേട്ടൻ. ഭാവസ്വരം എന്നാണ് പറയുന്നത്. ഇത്രയും ആർദ്രമായ കാമുക ശബ്ദമുള്ള മറ്റൊരു ഗായകൻ മലയാളത്തിന് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ജയേട്ടനെ പോലെ ഒരാൾ വിട പറയുന്നത് ദുഃഖകരമാണെങ്കിലും നമുക്ക് ജയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ് ജയേട്ടൻ. എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്, സുഹൃത്താണ്, എല്ലാമാണ്. ജയേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അന്തിമോപചാരം അർപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കുക. ജയേട്ടന് മരണമില്ല, സംഗീതത്തിനും മരണമില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കേൾക്കുന്ന പാട്ടുകളിൽ ജയേട്ടൻ്റെ പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാത്രി വരെ. അതായത് റേഡിയോ എന്ന് പറയുന്ന നമ്മൾ പാട്ട് കേൾക്കാൻ തുടങ്ങിയ കാലം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ നിമിഷം വരെ ഇപ്പോഴും ജയേട്ടൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഭാവഗായകൻ എന്ന് പറയുന്നതും. ആ ഒരു ഉള്ളിലുള്ള ആ ആലാപനത്തിൻ്റെ വൈഭവം കൊണ്ടും വൈശിഷ്ട്യം കൊണ്ടുമാണ് ജയേട്ടനെ ഭാവഗായകൻ എന്ന് പറയുന്നത്. 80 81 മറ്റുമാണ് ഈ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ഭക്തിഗാന കാസറ്റ് ഇറങ്ങിയത്. നാടയാത്രാമൊഴി നൽകുന്നു സംഗീത സംവിധായകൻ പി ജയചന്ദ്രൻ. 81 കണ്ടതാണ് അല്ലേ? ആ സമയം അതിറങ്ങി ആ പാട്ട് ഇപ്പോഴും അത് കേൾക്കാത്ത ഒരു ക്ഷേത്ര പരിസരവും ഇല്ല. പുഷ്പാഞ്ജലിയിലെ വിഘ്നേശ്വര ജന്മ നാളികേരം എന്നുള്ള പാട്ടില്ലാതെ ഒരു ക്ഷേത്രമില്ല, ഒരു ആഘോഷമില്ല. പ്രത്യേകിച്ചും ഞങ്ങൾ ഈ തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂരിൽ എക്സിബിഷൻ തുടങ്ങുന്ന സമയത്ത് എക്സിബിഷനിൽ രാവിലെ 6 മണിക്ക് വയ്ക്കുന്ന പാട്ടാണ് ഇത്. പിന്നെ മാത്രമല്ല അതിൻ്റെ ഒരു ടീമും ഗംഭീരമായിരുന്നു. അതായത് എസ് രമേശൻ നായർ, പി കെ കേശവ നമ്പൂരി സാറ് ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടായിരുന്നു ചേട്ടൻ്റെ. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ആൽബം തന്നെയാണ്. അതിനകത്ത് വിഘ്നേശ്വരൻ മാത്രമല്ല, ഗുരുവായൂരപ്പനുണ്ട്, മൂകാംബികയുണ്ട്, കൂടൽമാണിക്യസ്വാമിയുണ്ട്. എല്ലാവരെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കൂടൽമാണിക്യസ്വാമി എല്ലാം. അതുപോലെ തന്നെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ളൊരു പാട്ട് മലയാളിയുടെ ഹൃദയത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ ഒന്നിനി ശ്രുതി താഴ്ത്തി, ഹർഷബാഷ്പം തൂകി, പിന്നെ രാജീവ നയന നീ ഉറങ്ങൂ, സുപ്രഭാതം, ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അല്ല, ലളിതഗാനം ജയേട്ടനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്രഗാനവും ലളിതഗാനവും ഭക്തിഗാനവും വ്യത്യാസമില്ല. ജയേട്ടൻ്റെ ആലാപനത്തിൻ്റെ ഭാവാത്മകത കൊണ്ട് എല്ലാ പാട്ടുകളെയും ഒരുപോലെ ജനങ്ങൾ സ്വീകരിച്ചു. ഇപ്പോൾ ഞാൻ പറയാം, ഈ ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് പറയുന്ന പാട്ട് ഒരു സിനിമയിൽ വന്ന പാട്ടല്ല. അതിൽ എന്താണ് മികച്ചതല്ലാത്ത? ONV സാറിൻ്റെ മികച്ച രചന, ദേവരായ മാഷ്ട മികച്ച സംഗീതം, ജയേട്ടൻ്റെ മികച്ച ആലാപനം, എല്ലാം മൂന്നും മികവുകൾ ഒന്നിച്ചു ചേർന്ന ഒരു ത്രിവേണി സംഗമമാണ് ആ പാട്ട്. പ്രതിഭകളുടെ സംഗമം, ആലാപനത്തിൻ്റെ ആരെ വേണമെങ്കിൽ കാമുകിയെ പാടി ഉറക്കാം, ഭാര്യയെ പാടി ഉറക്കാം, കുഞ്ഞിനെ പാടി ഉറക്കാം. അങ്ങനൊരു എന്താ പറയുക, അങ്ങനൊരു പാട്ടാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി. ഇപ്പോൾ നമ്മൾ ഊട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുഖവാസങ്ങൾ, നമ്മളെപ്പോഴും ഇപ്പോൾ യാത്ര പോകുന്നവരാണ് മൂന്നാർ. ഈ ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരിക നീലഗിരിയുടെ സഖികളെ എന്നുള്ള ആ പാട്ടാണല്ലോ. അതെ. പിന്നെ മാത്രമല്ല, വലിയൊരു തിരിച്ചുവരവിന് ശേഷം ജയേട്ടൻ പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാണ്. ഇപ്പം നിറത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ട് തുടങ്ങി ഈ ലാസ്റ്റ് പാടിയ പാട്ട് വരെ എല്ലാം ഹിറ്റാണ്. എനിക്ക് തോന്നുന്നത് 99 മുതൽ ഈ 2024 വരെ ഉള്ള പാട്ടുകൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഗായകനാവാൻ എല്ലാ കൊല്ലവും അർഹം ജയേട്ടനാണ്. അത്രയും ഭാവമാണ് ശബ്ദത്തിൽ. ആ ഭാവാത്മകത, ജയേട്ടൻ്റെ വോയിസിൻ്റെ കാമുക ശബ്ദം. അത് പറഞ്ഞു, പ്രായം തമ്മിൽ മോഹം നൽകി നമ്മൾ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം പാടിയതല്ലേ? അതായത് ഒരു വലിയ ഗ്യാപ്പിന് ശേഷമുള്ള തിരിച്ചുവരവാണത്. അതായത് പാലപൂത്ത രാവിൽ നമ്മൾ കണ്ടുമുട്ടി ആദ്യം എന്നൊക്കെ പറയുന്ന വരികൾ വരുമ്പോൾ ആദ്യം പ്രായം തമ്മിൽ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ അവസാനത്തെ ചരണമൊക്കെ ഗംഭീരമാണ് അതിൻ്റെ. എന്തിനിത്ര നാളും തമ്മിൽ, അത് വിദ്യാസാഗറാണ്. കമൽ സാറിനാണ് നന്ദി പറയേണ്ടത്. ജയേട്ടനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള സംവിധായകൻ കമൽ സാറിനോടാണ്. അദ്ദേഹമാണ് അതിനൊരു ധൈര്യം കാണിച്ചത്. പിന്നെ വിദ്യാസാഗർ ഈ പാട്ട് സംഗീതം ചെയ്ത് വിദ്യാസാഗറിനോട് നന്ദി. എഴുതിയത് പിച്ചുവേട്ടൻ. ആ ഒരു തിരിച്ചുവരവിന് ശേഷം പാടിയ എല്ലാ പാട്ടുകളും ഗംഭീരമാണ്.
അതിനിടയിൽ ഒരു പൊടിമീശ മുളയ്ക്കണ കാലം, അത് ഇദ്ദേഹമാണ് ചേട്ടനാണ് ആ പാട്ട് പാടിയതെന്ന് നമുക്ക് അത്ഭുതത്തോടെ ജയേട്ടന് എന്നും ഒരു 18-20 ഇടയ്ക്കുള്ള വയസ്സാണ്. അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ജയേട്ടൻ്റെ ഒരു ഭാവശബ്ദം എന്ന് പറയുന്നതിന് കാമുക ശബ്ദമാണ്. ജയേട്ടൻ്റെ ഡ്യുവറ്റുകൾ അതുപോലെ ഏറ്റവും മനോഹരമാണ്. ഡ്യുവറ്റുകളിൽ ജയേട്ടൻ ഒന്നും കൂടി കാമുകനാവും. ഇപ്പോൾ യദുകുലരതിദേവനെവിടെ, മകരം പോയിട്ടും മാടമുണർന്നിട്ടും, സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിൽ ശ്രീരാമൻ, മലരമ്പൻ അറിഞ്ഞില്ല, മല്ലികാമാണന്തൻ്റെ വില്ലെടുത്തു, രൂപവതി ഞാൻ രുചിരാധരം, പിന്നെ പൊന്നുഷസ് എന്നും പൂവേ പൂവേ പാലപ്പൂവേ, അറിയാതെ കല്ലായിക്കടവത്തെ നീണ്ട നിരയാണ്. കാരണം ഇതെൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ വരികയാണത്. അപ്പോൾ അതെ, പ്രായം മറന്ന് ജയേട്ടന് പ്രായം തിരിച്ചിട്ട് പാടിയതാണ്. എനിക്ക് തോന്നുന്നു ജയേട്ടനൊരു 60ാമത്തെ വയസ്സിലെ മറ്റൊക്കെയാണ് പാടിയത്. ശരിക്കും അതിന് 16 ആക്കിയ ആളാണ്, 16 പിന്നെ മാത്രമല്ല ഓരോ പാട്ടുകളിലും ജയേട്ടൻ കൊടുക്കുന്ന അത് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, തമിഴിലും ജയേട്ടൻ്റെ ആക്സെൻറ്റ് വളരെ മനോഹരമാണ്. രാസാത്തി, പിന്നെ വൈദേഹി കാത്തിരുന്നാലുള്ള എല്ലാ പാട്ടുകളും, പിന്നെ എൻ മേൽ വീഴ്ന്ന മഴയെ സുള്ളിയെ, അതുപോലെ വേറൊരു കന്നഡ സോങ്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. തെലുങ്ക് സോങ്സ് ബ്യൂട്ടിഫുൾ ആണ്. 16,000 പാട്ട് പാടിയിട്ടുണ്ട്. 16,000 പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഈ 16,000 പാട്ടിനും 16ൻ്റെ സ്വരാണ്, 16ൻ്റെ ലാവണ്യാണ്. സ്മൃതി തൻ ചിറകിലേറി, അതൊരു ഗംഭീര പാട്ടല്ലേ എം ജയചന്ദ്രൻ്റെ. പ്രത്യേകിച്ചും ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദേവരായ മാസ്റ്റർ ആണല്ലോ അദ്ദേഹത്തിൻ്റെ. ജയേട്ടൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ജയേട്ടന് അസാമാന്യമായ താളബോധം. വളരെ ചെറുപ്പത്തിൽ മൃദംഗം പഠിച്ചയാളാണ്. മൃദംഗവും ചെണ്ടയ്ക്ക് അടുത്ത കാലത്ത് വായിച്ചു. മൃദംഗത്തിന് ആ താളമാണ് ശക്തി. പിന്നെ ഈ ഭാവവും, താളവും ഭാവവുമായാൽ ലയമായല്ലോ, അതാണ് ജയചന്ദ്രൻ ചേട്ടൻ. താളം, ഭാവം, ലയം, സംഗീതം, അതാണ് ജയേട്ടൻ. അതായത് ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ട് വലിയ നഷ്ടമാണ്. എനിക്കുള്ള ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗീതം സംഗീതം എന്നിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഗീതം സംഗീതത്തിൽ. ഞങ്ങൾ ആണ് ജയേട്ടൻ്റെ 80ാം പിറന്നാൾ വന്നപ്പോൾ 80 പാട്ടുകൾ 80 ഗായകർ പാടി. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പരിപാടിയുണ്ട് വയ്യ. ഞാൻ പറഞ്ഞു ഗുരുവായൂർ പോകുന്നുണ്ട്, തൊഴാൻ പോകുന്നുണ്ട്, ജയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് കുറച്ച് കളഭം വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ കളഭം കൊണ്ടുകൊടുത്തു, അത് വാങ്ങിച്ച് തൊടിയിച്ചു കൊടുത്തു. പറഞ്ഞു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അശീതി പിറന്നാൾ സമ്മാനമാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ടീമിലെ 80 പേരും 80 ഗായകർ രാവിലെ ഒരു 7-8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ. ഗുരുവായൂർ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണല്ലോ ഇന്നലെ. ആ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി ദിവസമാണ് ജയേട്ടൻ പോയത്. ഇന്നലെ 6 മണിക്ക് സ്വർഗവാതിൽ ഏകാദശി തുടങ്ങി. ഗുരുവായൂരപ്പൻ ഭക്തനാണ്, ഗുരുവായൂരപ്പനാണ് ഇഷ്ടദൈവം, ഗുരുവായൂരപ്പനാണ് എല്ലാം സമർപ്പണം. ഗുരുവായൂരപ്പൻ എൻ്റെ ദൈവമാണ്, മുഹമ്മദ് റഫി എൻ്റെ ദൈവമാണ്, ദേവരാജൻ മാസ്റ്റർ എൻ്റെ ദൈവമാണ്, സുശീലാമ്മയും MS സുശിതാനൊക്കെ എൻ്റെ ദൈവങ്ങളാണെന്നാണ് പറയുക. പിന്നെ എന്താ പറയുക, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ശ്ലോകം ദേവരായ മാഷ് ചെയ്തതിനാണ് ബെസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടുന്നത്. ശിവശങ്കര സർവശരണ്യയോഗം 5 സ്റ്റേറ്റ് അവാർഡ്, പിന്നെ JC ഡാനിയൽ അവാർഡ്, പിന്നെ ഞങ്ങളുടെ ഗീതം സംഗീതത്തിൻ്റെയും ഒരു നാഷണൽ അവാർഡ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊടുത്ത് ആദരിച്ചു ജയേട്ടനെ. ഇപ്പോഴും ജയേട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴും എത്ര റേഡിയോകളിൽ എത്ര വീടുകളിൽ ഒക്കെ ഇങ്ങനെ ജയേട്ടൻ്റെ പാട്ട് 2024 അവസാനവും 2025 തുടക്കവും നഷ്ടങ്ങളുടെ തുടക്കം. MT പോയത് 24 അവസാനം, 25 ജയേട്ടൻ പോകുന്നു അല്ലേ? MT സാറിൻ്റെ മരണത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടുന്നതിന് മുമ്പാണ് ഈ ഒരു ജയേട്ടൻ്റെ പോക്ക്. എനിക്ക് തോന്നുന്നത് MT സാറിൻ്റെ ബന്ധനം, അദ്ദേഹം സംവിധാനം ചെയ്ത ബന്ധനത്തിലാണ് 2ാമത്തെ സ്റ്റേറ്റ് അവാർഡ്. എനിക്ക് തോന്നുന്നത് MT ആയിരിക്കും അവിടെ നിന്ന് വിളിച്ചത്. MT സാറ് ജയക്കൂട്ട വന്നിട്ട് വിളിച്ചു കാണും ബന്ധനം. ബന്ധനം അങ്ങനെ മുറിയില്ല അല്ലേ? ബന്ധനമാണ് ഓർമ്മകൾ. ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന P. ജയേന്ദ്രനെ, ജയരാജ വാര്യരടക്കം, ശ്രീകുമാരൻ തമ്പി അടക്കം ഒരുപാട് പേർ അങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഇവരൊക്കെയും ഓരോരോ പാട്ടുകൾ പറയുന്നുണ്ട്, ഇവരൊക്കെ ഓരോരോ സെറ്റ് പാട്ടുകൾ പറയുന്നുണ്ട്. ആ സെറ്റ് പാട്ടുകളൊക്കെ ഗംഭീരമായി ഹിറ്റായ എല്ലാം ഹിറ്റ് പാട്ടുകളാണ്. നമ്മൾ പിന്നെയും നോക്കിയാൽ പിന്നെയും നീണ്ട് കിടപ്പാണ് ആ ഹിറ്റ് ചാർട്ടിലെ P. ജയേന്ദ്രൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ പാടിയ മലയാളിയുടെ ഹൃദയത്തിലെ ആഴത്തിലിറങ്ങിയ ആ ഹിറ്റ് പാട്ടുകൾ പിന്നെയും നമുക്ക് പറഞ്ഞു തീർന്നാൽ മതിയാവാത്ത വണ്ണം ഒരുപക്ഷെ ഏത് ഹിറ്റ് പാട്ടെടുത്ത് നോക്കിയാലും ഇത് P. ജയേന്ദ്രൻ്റെ ശബ്ദമാണല്ലോ എന്ന് തോന്നുന്ന മട്ടിൽ അത്രയും പാട്ടുകൾ. ഇപ്പോൾ തന്നെ ജയരാജ വാര്യർ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, അനുരാഗ ഗാനം പോലെ, ഒന്ന് തൊടാനുള്ളിൽ, മറന്നിട്ടും എന്തിനോ, നീയൊരു പുഴയായി, നീ മണിമുകിലാടകൾ, പൂവേ പൂവേ പാലപ്പൂവേ, പ്രായം തമ്മിൽ മോഹം നൽകിയെന്ന് തുടങ്ങിയ P. ജയേന്ദ്രൻ്റെ ആദ്യകാലത്തെയും 80 വയസ്സെടുക്കുമ്പോൾ ഉള്ള ഏതാണ്ട് ആദ്യകാലം തൊട്ട്
അവസാന കാലം വരെയുള്ള പാട്ടുകൾക്ക് പക്ഷേ ശബ്ദത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉടവുണ്ടായിട്ടില്ലാത്ത വണ്ണം ആ 17കാരൻ്റെ ശബ്ദം അല്ലെങ്കിൽ ആ പ്രണയമാധുര്യം, ആ സൗന്ദര്യം അങ്ങനെ നിലനിർത്തിയ ആ ശബ്ദം ബാക്കി വെച്ചാണ് പി ജയചന്ദ്രൻ അടക്കം ഈ സംഗീത നിരൂപകൻ രവിമേനോൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സ്ഫടിക സമാനമായ രണ്ടരുവികൾ ഒരുമിച്ചൊഴുകുന്ന പ്രതീതി ജനിപ്പിക്കുന്നു ജാനകിയോടൊപ്പം ജയേന്ദ്രൻ പാടിയ പാട്ടുകൾ. ഒരേ സമയം സുതാര്യതയും കുളിർമയും അനുഭവപ്പെടുന്ന ശബ്ദങ്ങൾ. റെസ്റ്റ് ഹൗസിലെ യമുനെ യദുകുല രതിദേവനെവിടെ അപൂർവ ശ്രവ്യാനുഭവമായി ഓർമ്മയിലുണ്ട്. രക്തപുഷ്പത്തിലെ മലരമ്പൻ അറിഞ്ഞില്ല മധുമാസം അറിഞ്ഞില്ല എന്ന പാട്ട് എന്ന യുഗ്മഗാനവും ആവർത്തിക്കപ്പെടുന്നു. ഇളം കാറ്ററിഞ്ഞില്ല ഇലകൾ അറിഞ്ഞില്ല എന്ന വരികളുമായി കടന്നു വന്ന് തികച്ചും സാധാരണമാകുമായിരുന്ന ഒരു ഗാനത്തെ അസാധാരണവും അവിസ്മരണീയവുമായ അനുഭവമാക്കി മാറ്റുന്നു ജയേന്ദ്രൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ പാട്ടുകളുടെ വരികളൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ ചില പാട്ടുകളുടെങ്കിലും വരികളൊക്കെ നോക്കിയാൽ അത് വളരെ നോർമൽ വരികളാണ്, വളരെ സാധാരണ വരികളാണ്. ആ വരികൾ പി ജയേന്ദ്രൻ പാടി അവിസ്മരണീയമാക്കി, പാടിയത് അസാധാരണവും, പാടി ആ വരികൾക്ക് അത്ര വലിയ ഭാവവും കൊടുക്കാൻ കഴിയും എന്ന് മലയാളത്തെ പഠിപ്പിച്ച, മലയാളത്തെ അറിയിച്ച ഭാവഗായകനാണ്. ഭാവഗായകൻ എന്ന ഒരു ടൈറ്റിലിന് മറ്റൊരാളും അർഹനല്ല, അത് പി ജയേന്ദ്രൻ മാത്രമേ ഉള്ളൂ. അതിനി മുന്നോട്ടേക്കുള്ള കേരളത്തിൻ്റെ സംഗീത ഭാവിയിലും ആ ടൈറ്റിൽ അലങ്കരിക്കാൻ കഴിയുന്ന ഒരാളുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മലയാളത്തിൽ മാത്രമല്ല, രാസാത്തി ഇപ്പോൾ ഇന്നലെ മുതൽ തമിഴകത്തും ഈ സങ്കടം കാണുന്നുണ്ട് നമ്മൾ. തമിഴകത്തും ഒരു വടവൃക്ഷം അസ്തമിച്ചു പോകുന്നതിൻ്റെ വേദന തമിഴക മനസ്സുകളിലും കാണാം. ഈ രാസാത്തി ഒറ്റപ്പാട്ട്, ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും ഈ രാസാത്തി എന്ന പാട്ട് 84-ലെ വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിൽ 84 മുതൽ 2024 വരെ ഈ വർഷങ്ങളത്രയും തലമുറകളിലത്രയും അവരുടെ പ്രണയങ്ങളിൽ പ്രണയവിരഹങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടിപ്പോഴും